ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് വെച്ചാൽ കപ്പ ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി മഴ പെയ്യുമ്പോൾ ഇതേപോലെ കപ്പ ബിരിയാണിയും ഒരു കട്ടൻ കപ്പിയും ആഹാ അന്തസ് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കപ്പ ബിരിയാണി എന്ന് വെച്ചാൽ. നമ്മൾ മുട്ട കൊണ്ടാണ് കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കിയുള്ളത്. ബീഫ് കൊണ്ടോ ചിക്കൻ കൊണ്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയി കിട്ടുന്നത് മുട്ട ആയതുകൊണ്ട് ഞാൻ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഈ റെസിപ്പി പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കപ്പ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നാടൻ കപ്പ ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 1 കിലോനോളം കപ്പ ഉണ്ടാവും കേട്ടോ. അത് നല്ല വലിയ സൈസ് കപ്പയാണ്. അതിലേക്ക് ഞാനൊരു 4 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സബോളയാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വേപ്പില്ല, ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കപ്പനെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. കപ്പ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതേപോലെ കൊത്തി കൊത്തി എടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേപോലെ പീസാക്കിയിട്ട് എടുക്കണം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 വിസിൽ വരെയുണ്ട് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ടാവും. ഒരു 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോളനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു മസാല തയ്യാറാക്കുന്ന പോലെ ഒരു ബ്രൗൺ കളറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടാവും. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. നമ്മളിതിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ സബോളൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരണം. നന്നായി വെന്തിട്ട് ഉടഞ്ഞ് അതിലത്തെ ജ്യൂസൊക്കെ ഇതിലേക്ക് ഇറങ്ങണം കേട്ടോ. തക്കാളി അങ്ങനത്തെ രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തക്കാളി സബോളൊക്കെ നന്നായിട്ട് വെന്ത് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിൽ പൊടിയായിട്ട് യൂസ് ചെയ്യണത് ചിക്കൻ മസാലയുടെ പൊടിയും ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു മിനിറ്റോളം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. നമ്മളിവിടെ കപ്പ ബിരിയാണി മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 5 മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കേട്ടോ മുട്ടനെ. അപ്പോൾ 2 വിസിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പത്തിരിക്കോലോ അല്ലെങ്കിൽ കയ്യിലോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നാകെ ഇട്ടാൽ ഇതേപോലെ എല്ലായിടത്തും മസാല പിടിക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു പകുതി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം പിന്നെയും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിയിൽ നിന്ന് എടുത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ കപ്പ ബിരിയാണി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും